ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഇൻട്രോ വെളിയിൽ നിന്നായി കേട്ടോ. ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്ന് തിരുവാതിരയില്ലേ. അപ്പം താഴെ അമ്പലത്തിൽ പൂജ നടത്തും തിരുവാതിര നാളിന് ഷാൻ്റെ പേരിൽ. അപ്പം പൂജാത്തിൽ പോയി പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് അമ്പലത്തിൽ പോയിട്ട് വന്നതാണ് കേട്ടോ. സത്യപ്രകാരം ചെന്നപ്പോഴത്തേക്ക് പൂജ കഴിഞ്ഞ് രാവിലെ 7 മണിക്കായിരുന്നു സമയം. കഴിഞ്ഞ മാസം പോകാത്തതുകൊണ്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു ഏത് സമയമെന്നുള്ളത്. ഞാൻ ചോദിക്കാനും മറന്നു വിട്ട്. അങ്ങനെ എന്തായാലും പോയിട്ട് വന്നു. തീറ്റയെ കൊടുത്ത് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് കേട്ടോ ചപ്പാത്തി കുറച്ച് കടലക്കറി. അപ്പം ഞാനും ഇന്ന് വെച്ച് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ കാപ്പി കഴിച്ചിട്ട് വരാം. നിങ്ങളെല്ലാവരും കാപ്പി കഴിച്ചെന്ന് വിചാരിക്കുന്നു. നമുക്ക് ചോറ് കുറച്ച് ഇരിപ്പുണ്ട് കേട്ടോ. ചോറ് മാത്രമേ തോരൻ ഇന്നലത്തെ ഇരിപ്പുണ്ട് പറഞ്ഞിട്ട് നമുക്ക് 2 ആകുമ്പോൾ കുറച്ച് അധികം വരും. അങ്ങനെ തോരനുണ്ട്. പിന്നെ ഞാൻ വെച്ച തൈരും ചോറും തോരനും ഒരു ചമ്മന്തി ഒരു മുട്ട അരയ്ക്കാൻ വെച്ചു. 2 ദിവസം മീനൊക്കെ പൊരിച്ചിരുന്നില്ലേ, ഇന്ന് ഇച്ചിരി മുട്ടയൊക്കെ പൊരിച്ച് ചമ്മന്തി കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് രാത്രി നമുക്ക് എന്തെങ്കിലും കാണാം. ഇന്ന് വൈകുന്നേരം വീട്ടിലോട്ട് പോകണപ്പോൾ നമുക്ക് അമ്പലത്തിൽ നിന്നുള്ള പ്രസാദം, നമുക്കിവിടെ പാൽപ്പായസം കിട്ടും അമ്പലത്തിൽ നിന്ന്. പാൽപ്പായസം, ഗണപതി ഹോമം, പ്രസാദം, 2 പഴം. നമ്മൾ പോവുകയാണ് ഗൈസ് ഇന്ന് മാത്സ് പരീക്ഷയ്ക്ക്. അയ്യോ, ഞാൻ സ്കൂളിലാക്കിയിട്ട് അവിടെ ഒരു ആൻറ്റി ഇരിപ്പോട്ട് 30 ആൻറ്റി. അവർ നല്ല മീനാണ് കേട്ടോ കൊണ്ടുവരണം. അതുകൊണ്ട് അമ്മമ്മയ്ക്ക് ഇച്ചിരി മീൻ വാങ്ങിക്കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മമ്മയ്ക്ക് മീൻ വാങ്ങിക്കുന്ന ഇച്ചിരി നടക്കാണ്ട് നടന്ന് മീൻ വാങ്ങിച്ചിട്ട് അപ്പോൾ നല്ല കൊഞ്ചിരിക്കുന്നവർ. അങ്ങനെ ഞാൻ 200 രൂപ വെച്ച് അയ്യോ വീട്ടിലോട്ട് പോണേ ഉള്ളു ഗായ്സ്. ഹലോ ഗായ്സ്, അപ്പോൾ 12:30 മണിയായി. ഞാൻ ഇന്ന് ധ്യാനൂസിനെ കാറിൽ പോയി വിളിച്ചിട്ട് വന്നു. എനിക്ക് വയ്യ നടക്കാൻ. ചൂടത്ത് നടക്കണ കാര്യം വലിയ പാട് കേട്ടോ. ഈ വണ്ടി പോകണക്കല്ല നടക്കുന്നത്. അങ്ങനെ ഇതാണ്ടേ അവരുടെ സ്കൂളിൻ്റെ അക്കാഡമിക് ഇയറിൻ്റെ ഫോട്ടോ, 4ാം ക്ലാസ്സുകാരുടെ ഫോട്ടോ കൊടുത്തുനിന്ന്. നാളെ ധ്യാനൂസിന് സെൻഡ് ഓഫ് ആണെന്ന് പറയുന്നുണ്ട് സാറ്. മറ്റന്നാളെ ഇനി ഇവർക്ക് പരീക്ഷ തിങ്കളാഴ്ച ഒരു പരീക്ഷയുള്ളൂ. അത് കഴിഞ്ഞ് 4ാം ക്ലാസ്സിലെ സ്കൂളിൽ 4ാം ക്ലാസ് വരെ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞെക്കാട് മെയിൻ സ്കൂളിൽ ഇപ്പുറത്തെ സ്കൂളാണ്. LP സ്കൂളിലെ ജീവിതം ധ്യാനൂസിന് തീരും. അപ്പോൾ അതോടുകൂടി അപ്പോൾ സാർ പറയും നാളെയും കൂടെ ഇവർക്കൊന്ന് അനുഭവങ്ങൾ പങ്കുവയ്ക്കാനൊക്കെ ആയിട്ടൊരു ദിവസം കൊടുക്കുകയാണ്. നാളെയും കൂടെ വിടണേന്ന് പറഞ്ഞു. നാളെ ഉണ്ട്, അത് കഴിഞ്ഞ് തിങ്കളാഴ്ച ഒരു എക്സാമും ഉണ്ട്. നാളെ അപ്പോൾ വിടണേന്നൊക്കെ പറഞ്ഞു. നാളെ എക്സാം ഇല്ല. അപ്പോൾ നാളെ അങ്ങനെ ഒന്ന് കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ കുളിക്കാൻ പോയിക്കണേ ഉള്ളൂ. കുളിച്ചിട്ട് വന്നിട്ട് നമ്മൾ ചമ്മന്തി അരച്ച് മുട്ടയും പൊരിച്ച് തൈരും കൂട്ടി നമ്മൾ ചോറ് തിന്നും. പറഞ്ഞപ്പോൾ തന്നെ കൊതിയാവണം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ചമ്മന്തി അരയ്ക്കാൻ നമ്മൾ മുട്ട പൊരിച്ചു, ചമ്മന്തി അരച്ചു. നല്ല പറ്റൽ മുളക് ചമ്മന്തി അരച്ച കേട്ടോ. ഈ കളറിരിക്കുന്നത് പൊളിച്ച് കൂടിപ്പോയി. അതുകൊണ്ട് തോരനുണ്ട്, തൈര് ഒഴിച്ച് നല്ല ഉപ്പ് ഇട്ട് ഗൈസ് സെറ്റായിട്ടൊന്ന് തിന്നിട്ട് പറ. അയ്യോ, ഞാൻ നമ്മുടെ സപ്പോട്ട മരത്തിൻ്റെ മൂട്ടിലിരിക്കുകയാണ് കഴിച്ച്. വിളിച്ച് കാറ്റ് കൊണ്ട് തുണി വിരിക്കാൻ മറന്നുപോയി. ഞാൻ ഇപ്പോഴാണ് എടുത്തുകൊണ്ട് വിരിച്ചത് കേട്ടോ. പക്ഷെ നല്ല വെയിലുള്ളതുകൊണ്ട് കുഴപ്പമില്ല. എപ്പോൾ വേണോ ഉണങ്ങി കിട്ടും. ഇവിടെ കൊണ്ട് ഇച്ചിരി തണൽ സപ്പോർട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. മരം വലിയ തണലെന്ന് പറയാൻ പറ്റത്തില്ല. കുത്തി തിന്നുമല്ല. ഇതിനകത്ത് കിളി കൂട് വയ്ക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ വിചാരിച്ചു അവരെ കിളി കൂടുവല്ല എടുക്കാൻ വന്നതെന്ന് വിചാരിച്ചാണോ. നമ്മുടെ സപ്പോട്ട മരത്തിലൊരു കിളിക്കൂട്, കരിയിലെ കിളിക്കൂട്. അയ്യാ എന്തോ ചൂട് എന്താ, ഫുള്ള് വെയിലാണ് അവിടെ. അതിൻ്റെ മൂട്ടിൽ നിൽക്കുമ്പോഴേ വിളിച്ച് തളര്. പിന്നെ വെയിലുള്ളതുകൊണ്ട് തുണി പറക്കാൻ വിട്ടുപോയാലും മറന്നു പോയാലും കുഴപ്പമില്ല, ഉണങ്ങിപ്പോകും. അപ്പോൾ ഇനി കുറച്ച് റെസ്റ്റ് കഴിഞ്ഞിട്ട് കാണാം. റെസ്റ്റ് കഴിഞ്ഞ് നമ്മൾ നേരെ ഡോക്ടർ ഒന്ന് കാണാൻ പോകുന്നു. ഡോക്ടറെ കണ്ടെങ്കിൽ നമ്മൾ സ്വന്തം ചങ്ങായസ് കയറി ഒരു ഷവർമ കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് കല്ലമ്പലം അല്ലേ. അങ്ങനെ അവിടെ കയറി ഒരു ഷവർമയും ഞാനൊരു ഷേക്കും കഴിച്ചു കേട്ടോ. ഷേക്കും കഴിച്ചിട്ട് നമ്മൾ നേരെ പിന്നെ പോയത്
നമ്മുടെ ശാർക്കര പറമ്പിലേക്കാണ്. അന്ന് ഞാൻ കാണിച്ച വീഡിയോയും ഇന്ന് ഞാൻ കാണിക്കുന്ന വീഡിയോ തമ്മിൽ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. തിരക്കെന്ന് പറയുന്ന സംഭവം ഇല്ല കേട്ടോ. അന്ന് വെച്ചാൽ നിന്ന് തിരിയാനുള്ള സ്ഥലമില്ല. ഇപ്പം അത്യാവശ്യം ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് വന്ന് ഗൂഗിൾ പേ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. മറ്റത് ഗൂഗിൾ പേ പോലും വർക്ക് ചെയ്യാത്ത രീതിയിലുള്ള തിരക്കായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ എല്ലാ കാര്യങ്ങളും കാണാനും നിൽക്കാനും ഒക്കെ പറ്റുന്ന സിറ്റുവേഷനായി. എല്ലാ വർഷവും നമ്മൾ പറമ്പ് കാണാനാണ് പോകുന്നത്. അന്ന് നമ്മൾ ചുമ്മാ പറഞ്ഞില്ല നേരത്തെ പോകണം. അപ്പോൾ ചക്ക മാങ്ങ ഇങ്ങനെ ഐറ്റംസ് ഒക്കെ ഡയറക്റ്റ് കാണാൻ പറ്റി കേട്ടോ. ഇപ്പം ഞാനും ഗീജിച്ചി മോളും ജാനൂസും കൂടെയാണ് പോയത് കേട്ടോ. ഞങ്ങൾ പെട്ടെന്ന് വൈകുന്നേരം പ്ലാൻ ചെയ്തങ്ങ് പോയതാണ്. അപ്പോൾ ഞങ്ങൾ എനിക്കുള്ള ചട്ടിയാണ് പാവം പെങ്കൊച്ചി ചോദിച്ചോട്ട് വരുന്നത്. എല്ലാം അവളെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാം അവിടെ കയറി എല്ലാം കണ്ട ശേഷം സമാധാനപരമായി നമ്മൾ രാത്രിയാണ് തിരിച്ചു വന്നത് കേട്ടോ. ഞാനൊരു 2 സൈഡുള്ള ചട്ടിയൊക്കെ വാങ്ങി, ഗിരിച്ചി ചട്ടിയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തു. ഞങ്ങൾ എന്നിട്ട് എന്താ പാർക്ക് ചെയ്യാനൊക്കെ നല്ല സൗകര്യം കിട്ടി. ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യമൊക്കെ എടുത്തു കേട്ടോ. കുറച്ചൊക്കെ ഞാൻ ഇതിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തേക്കുള്ള വിശേഷങ്ങൾ കേട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ പോക്കിന്ന് പോയിട്ട് ഇപ്പോൾ എത്തിയേ ഉള്ളൂ. ചായ കുടിക്കാതെയാണ് പോയി, ഒരു മന്ദാരം. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചായ ഇടാന്ന് വെച്ച് ചായ ഇട്ട് നമ്മൾ രാത്രിക്ക് ബെറോട്ടയും ചിക്കൻ ഫ്രൈയും വാങ്ങിച്ച്. ഗായ്സ് വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യേണ്ട. ചായ തിളച്ചു അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ.